നമ്മുടെ വീടിനകത്തോട്ട് നോക്കിയാൽ, നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കിയാൽ, നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നവരെല്ലാവരും, നമ്മുടെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ്, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ അച്ഛന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി എന്തോരം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ പരസ്പരം കണ്ടില്ലേലും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? എത്രയോ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സങ്കീർത്തനത്തിലെ ഒരു കുഞ്ഞു വചനമാണ്. അതായത് പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ചൊല്ലണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു സങ്കീർത്തനമാണ് 89-ാമത്തെ സങ്കീർത്തനം, സാം 89. 90-ാം സങ്കീർത്തനം 90-ന്റെ പണ്ട് പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? 91-ാം സങ്കീർത്തനത്തെക്കുറിച്ചൊക്കെ 2-3 തവണ നമ്മൾ പല സിറ്റുവേഷനിൽ വചനം പറഞ്ഞെന്നൊക്കെ ഓർക്കുന്നുണ്ടാവും. ഈ സങ്കീർത്തനമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാതെ അറിയാവുന്നതായിരിക്കും. ഈ 89, സാം 89, 89-ാമത്തെ സങ്കീർത്തനം എടുക്കണം. അത് ദാവീദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അത് രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന വെച്ചാൽ ദാവീദിന് വേണ്ടി, ദാവീദിന്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്ന ജനം, ദാവീദിന്റെ പരിവാരങ്ങൾ, പുരോഹിതന്മാർ എല്ലാം കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇത്. ദാവീദ് രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലെന്ന് വിചാരിച്ചോണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വചനം എടുക്കണമെന്ന് പെട്ടെന്ന് ആഗ്രഹിച്ചാൽ ഓടി ഈ വചനം എടുത്തേക്കുക. ദാവീദിനെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നിടത്ത് ശരിക്കും എന്നെ പറയണം, എൻ്റെ കർത്താവെ, എൻ്റെ ഈ മകനെ, എൻ്റെ ഈ മോളെ നീ അനുഗ്രഹിക്കണേ, എൻ്റെ ജീവിത പങ്കാളെ അനുഗ്രഹിക്കണേ, ഈ അച്ഛനെ അനുഗ്രഹിക്കണേ, ഈ സിസ്റ്ററിനെ അനുഗ്രഹിക്കണേ. എന്നോട് പ്രാർത്ഥന ചോദിച്ചു ഈ വ്യക്തിയെ, കർത്താവെ എന്നാ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവർ നമ്മളോട് നമ്മുടെ പ്രാർത്ഥിക്കണേന്നൊക്കെ പറയുള്ളൂ, അവരുടെ ആവശ്യം പറയില്ല. ചിലപ്പോൾ അവരുടെ സങ്കടം അവർ പറയില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറയുള്ളൂ. ഈശോയോട് ചുമ്മാ ഇങ്ങനെ പറഞ്ഞേക്കാം, ദാവീദിനെ ഓർക്കണേ എന്ന് പറഞ്ഞ പോലെ ഈശോയെ ഈ വ്യക്തി അങ്ങ് ഓർക്കണമേ. പേരൊക്കെ അറിയാമെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക, അവരെ ഓർക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക.